ആഞ്ജനേയം മഹാവീരം ബ്രഹ്മവിഷ്ണു ശിവാത്മകം തരുണാർക്കപ്രഭം ശാന്തം ആഞ്ജനേയം നമാമ്യഹം. നമസ്കാരം. ചില ദോഷ സമയത്ത് നമുക്ക് പലതും തോന്നും. പല മോഹങ്ങളും നമുക്ക് വന്നു ചേരും. ചില സമയം അങ്ങനെയാണ്. കണ്ടകശനി സമയത്താവും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. ദോഷഫലങ്ങളെക്കുറിച്ച് പലരും പലതും പറയും. പക്ഷേ അതൊന്നും നമ്മൾ വകവയ്ക്കില്ല. പൂജയൊക്കെ നടത്തി എല്ലാം ആരംഭിക്കും. വഴിപാടുകളൊക്കെ നടത്തി എല്ലാം ആരംഭിക്കും. ഒരു നല്ല കാര്യത്തിന് തുടക്കമിടും. ആ സമയത്ത് ഒരു ജ്യോതിഷനെ പോയി കാണുന്നു. സമയം അത്ര അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ പോലും അതിന് ഏതെങ്കിലുമൊക്കെ പോംവഴി കണ്ടെത്തി ആ ഒരു സമയത്ത് തന്നെ അത് ആരംഭിക്കണം എന്നുള്ള ഒരു മോഹം നമ്മളിൽ ജനിക്കും. ആ സമയത്ത് തന്നെ ആയിരിക്കും കിഴക്ക് നിന്ന് ഒരു ചെറിയ പല്ലി ചിലയ്ക്കുന്നത്. അതും വകവയ്ക്കില്ല. ആ സംരംഭം തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി പരാജയം വരുന്നു. ആദ്യമൊക്കെ ഇതൊന്നും വകവയ്ക്കാതെ അന്ധവിശ്വാസമാണ് എന്ന് കരുതി കുലുങ്ങില്ല. പതുക്കെ പതുക്കെ വരുമാനം കുറയുന്നു. ലക്ഷങ്ങൾ ചിലവാക്കി തുടങ്ങിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു സംരംഭം പരാജയത്തിലേക്ക് നീങ്ങുന്നതായി കാണുവാൻ സാധിക്കും. അങ്ങനെ പരാജയത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെ വെച്ച് ആ കച്ചവടം അല്ലെങ്കിൽ ആ ബിസിനസ് അവസാനിപ്പിക്കേണ്ടതായ കാര്യമാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. സമയം വളരെ മോശമാകുമ്പോൾ നമുക്ക് പലതും നമ്മുടെ മനസ്സിൽ തോന്നുകയും അതിലൊക്കെ എടുത്തുചാടി നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകരെക്കുറിച്ചാണ്. ഇവർക്ക് 2 ദിവസക്കാലം വളരെ മോശ സമയമാണ്. എന്നാൽ ഈ മോശ സമയം അവസാനിക്കുക തന്നെ ചെയ്യും. അടുത്ത 3 ദിവസത്തിന് ശേഷം ഈ നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമായ സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഭാഗ്യ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് ഇനി സംഭവിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചറിയാം. 6 നക്ഷത്രജാതകർക്ക് മാർച്ച് മാസം 1-ാം തീയതി മുതൽ വളരെ വലിയ നേട്ടത്തിലേക്ക് പോകും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. 6 ദിവസക്കാലം ഈ നക്ഷത്രജാതകർ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകുക. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ചന്ദ്രാഷ്ടമമാണ്. ഈ 2 ദിനങ്ങൾ അവർ അല്പം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ്. എന്നാൽ അതിനുശേഷം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ചിലപ്പോഴൊക്കെ ചില സമയത്ത് നമുക്ക് പലതും തോന്നും. എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. ചില കാര്യങ്ങൾക്ക് പണം ചിലവാക്കുക, അതിൽ നിന്ന് നഷ്ടങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും. എന്നാൽ 6 ദിനം കഴിയുമ്പോൾ ഈ 6 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു ചേരും. അപ്രതീക്ഷിതമായ ഒരു ധനഭാഗ്യം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു തന്നെ കിട്ടും. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന നേട്ടത്തെക്കുറിച്ചറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ആദ്യത്തെ ആ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രജാതകർക്ക് വളരെ നല്ല സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. മീനക്കൂറുകാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ലഗ്നത്തിൽ രാഹു, 2-ൽ വ്യാഴം, 7-ൽ കേതു, 11-ൽ കുജൻ, ശുക്രൻ, 12-ൽ ആദിത്യൻ, ബുധൻ, ശനി. ഇതാണ് ഗ്രഹനില. തീർച്ചയായും വലിയ നേട്ടങ്ങൾ, വലിയ സുഖാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കാര്യതടസ്സമുണ്ടാകാതെ എല്ലാ കാര്യങ്ങളിലും ഒരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ്. ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇവർക്ക് കാര്യമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു. സന്താനങ്ങളിൽ നിന്ന് നേട്ടം, വളരെ വലിയ ഗുണാനുഭവങ്ങൾ, അതുപോലെ തന്നെ മനസ്സിൽ ചില വിഷമതകൾ ഇപ്പോൾ ഉണ്ട് എങ്കിൽ ആ വിഷമതകളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്.
ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ഭഗവതി ക്ഷേത്രത്തിൽ ചെത്തിമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വലിയ വിജയം, വലിയ നേട്ടം പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. ഈ 2 ദിനങ്ങൾ കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരുടെ മുന്നിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത്. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ചെത്തിമാല ചാർത്തി ഭഗവതിയെ തൃപ്തിപ്പെടുത്തുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം. അടുത്ത നക്ഷത്രം രേവതിയാണ്. വിദേശത്ത് പോകാൻ അവസരം വന്നു ചേരും. അതുപോലെ തന്നെ ചില രോഗങ്ങളൊക്കെ അലട്ടുന്നുണ്ടാകാം. ആ രോഗങ്ങളൊക്കെ മാറുവാനുള്ള സമയമാണ്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും. ഉദരരോഗം ശ്രദ്ധിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടേണ്ട സമയമാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് എങ്കിൽ 6 ദിവസത്തിന് ശേഷം മാത്രം അതിനെപ്പറ്റി ആലോചിക്കുക. ഇപ്പോൾ ചന്ദ്രാഷ്ടമമാണ്. ഇന്നും നാളെയും ഒന്നും നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. പക്ഷേ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കാൻ പോകുന്നു. വിദേശത്തൊക്കെ പോകുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. വിചാരിച്ച കാര്യത്തിലൊക്കെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. മനസ്സിൽ കരുതിയ ആ ഒരു സുദിനമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ നാളുകൾ, നിങ്ങളുടെ സമൃദ്ധിയുടെ നാളുകൾ. മക്കളെ കൊണ്ടൊക്കെ നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ അശ്വതി നക്ഷത്ര ജാതകർക്ക് നടക്കും. മേടക്കൂറുകാർക്കിത് ലഗ്നത്തിൽ വ്യാഴം, 6-ൽ കേതു, 10-ൽ കുജൻ, ശുക്രൻ, 11-ൽ ആദിത്യൻ, ബുധൻ, ശനി, 12-ൽ രാഹു. ഇതാണ് ഗ്രഹനില. തൊഴിൽ രംഗമൊക്കെ മെച്ചപ്പെടുവാനും ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുവാനുമുള്ള സമയമാണ്. കഷ്ടതകൾ ഒക്കെ അവസാനിക്കും. ഭാഗ്യത്തിലേക്ക് കടക്കും, നേട്ടത്തിലേക്ക് കടക്കും. ആഗ്രഹിച്ചതെന്തും ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇനി ഇവരുടെ നല്ല സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ കൊതിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വരവ് ചെലവുകൾ വർദ്ധിക്കും. ഏകദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു നല്ല കാര്യം സംഭവിക്കും. നിങ്ങളെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല കാര്യം സംഭവിക്കും. ചിലപ്പോൾ ഒരു ജോലി കിട്ടുന്ന കാര്യമാകാം, അതല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യമാകാം. ഏതായാലും ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും ലഭിക്കും. അതുപോലെ തന്നെ ചില രോഗാരിഷ്ടതകളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറും. സമയത്ത് ചികിത്സയൊക്കെ നടത്തുക. തീർച്ചയായും വലിയ നേട്ടമാണ്, വലിയ ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോകുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം, പുഷ്പാഞ്ജലി ഇവയൊക്കെ കഴിപ്പിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകാൻ സാധിക്കുമെങ്കിൽ പോകുക. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും. നിങ്ങളുടെ ജീവിതം മാറിമറിയും.
ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്കിനി കഴിയും. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ പൂവണിയും, ധാരാളം ധനം വന്നു ചേരും. മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഇനി നിങ്ങളുടെ നാളുകളാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ നാളുകളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഏതായാലും അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് നല്ല സമയം തന്നെയാണ്. ജീവിതത്തിലെ ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ നിങ്ങളെത്തും. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുക. മഹാദേവ പൂജയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യം ലഭ്യമാകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആലോചിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ നടക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും.